സംസ്ഥാനത്ത് സർക്കാരിന് തിരിച്ചുപിടിക്കാനുള്ളത് 1,66,000 ഏക്കറിലേറെ വിദേശ തോട്ടഭൂമിയാണ്. ഇത് ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലും. 54,000 ഏക്കറിലേറെ വിദേശ തോട്ടഭൂമിയാണ് വയനാട്ടിൽ മാത്രമുള്ളത്. വിദേശ തോട്ടഭൂമി കാര്യക്ഷമമായി തിരിച്ചുപിടിക്കാനായാൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരടക്കമുള്ള ഭൂരഹിതർക്കുള്ള ഭൂമി വിതരണം സാധ്യമാകും. കേരളത്തിൽ വിദേശ തോട്ടഭൂമി ഇനത്തിൽ ആകെ 1,66,627 ഏക്കർ ഭൂമിയുണ്ടെന്നാണ് വിവരാവകാശ രേഖ പ്രകാരം കണക്ക്. 1947 മുമ്പ് ബ്രിട്ടീഷ് കമ്പനികൾക്കും പൗരന്മാർക്കും രാജാക്കന്മാർ പാട്ടത്തിന് കൊടുത്തിരുന്ന ഭൂമിയുടെ കണക്കാണിത്. ഇത് ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിൽ. കണക്ക് പ്രകാരം തൊട്ടടുത്ത ഇടുക്കി ജില്ലയുമുണ്ട്. വയനാട്ടിൽ 54,756 ഏക്കർ ഭൂമി, ഇടുക്കിയിൽ 54,722 ഏക്കർ ഭൂമിയും. ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിലെ കളക്ടർമാരെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 15ഓളം കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാര്യക്ഷമമായി വിദേശ തോട്ടഭൂമികൾ തിരിച്ചുപിടിക്കാനായാൽ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനാകും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നടപടി വേഗത്തിലാക്കിയാൽ ദുരന്തബാധിതർക്കുള്ള ഭൂവിതരണവും സാധ്യമാകും. സംസ്ഥാനത്ത് 1,66,000 ഏക്കറിലേറെ ഭൂമി വിദേശ തോട്ടഭൂമി എന്ന നിലയിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുണ്ട്. തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഈ ഭൂമി ഇല്ലാത്തവർക്കെല്ലാം കൃത്യമായിട്ട് ഭൂമി കൊടുത്തുകൊണ്ട് അവരെ പുനരധിവസിച്ചുകൊണ്ട് എല്ലാവർക്കും ഭൂമി എന്നൊരു നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഭൂമി തിരിച്ചു പിടിക്കാനായിട്ട് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം 15ഓളം കേസുകൾ വിവിധ ജില്ലകളിലായിട്ട് കളക്ടർമാർ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട്. വിദേശ തോട്ടഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കേണ്ടത് റവന്യൂ വകുപ്പും ലാൻഡ് റവന്യൂ കമ്മീഷണറും ജില്ലാ കളക്ടറുമാരുമാണ്. ഇതുവരെ മന്ദഗതിയിൽ മാത്രം നീങ്ങുന്ന നടപടികൾ ഇനിയെങ്കിലും ത്വരഗതിയിലാക്കി കേരളത്തിലെ ഭൂരഹിതർക്ക് പ്രയോജനപ്പെടുത്താനുള്ള ഇച്ഛാശക്തിയാണ് സംസ്ഥാന സർക്കാർ കാണിക്കേണ്ടത്. ജനം, കൊച്ചി.